ചില ദിവസങ്ങളിലായി പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ്. മയക്കുമരുന്നിന് അടിമകളായ ബാല്യങ്ങൾ, മാതാപിതാക്കളെ സഹോദരങ്ങളെയും കൊല്ലുവാൻ പോലും മടിക്കാത്ത കൊച്ചു കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. എങ്ങനെയാണ് ഇത്തരമൊരു ശീലങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കുവാൻ കഴിയുക? വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു ബാലനുണ്ട്, ദാനിയേൽ. ദാനിയേൽ ബാലനായിരിക്കുമ്പോഴേ ബാബിലോൺ എന്ന രാജ്യത്തേക്ക് അടിമയായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ട ഒരു ബാലനാണ്. തന്റെ നല്ല കൊച്ചു പ്രായത്തിൽ സ്വന്തം വീട് വിട്ട് മാതാപിതാക്കളിൽ നിന്ന് അകന്ന്, ബന്ധുക്കളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നും അകന്ന് അടിമയായി മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്ന ഒരു വ്യക്തി. അടിമയായാണ് ദാനിയേൽ ബാബിലോൺ രാജ്യത്തേക്ക് പോകുന്നത്. എന്നാൽ സാധാരണ അടിമകൾക്ക് ലഭിക്കുന്ന ജീവിത രീതിയല്ല ദാനിയേലിന് അവിടെ ലഭിച്ചത്. ദാനിയേൽ യൗവനക്കാരനായതുകൊണ്ടും പഠിത്തത്തിൽ വളരെ മുന്നിലായതുകൊണ്ടും രാജാവിന്റെ മനസ്സിൽ അത് തോന്നിയത് കൊണ്ട് ദാനിയേലിന് അവിടുത്തെ കലകളും വിദ്യാഭ്യാസവും അഭ്യസിക്കുവാൻ അവസരം ലഭിച്ചു. അതുമാത്രമല്ല, ദാനിയേൽ സുഹൃത്തുക്കൾക്ക് രാജകീയ ഭക്ഷണമാണ് നൽകിയിരുന്നത്. എന്നാൽ ദാനിയേൽ അത് വേണ്ട എന്ന് വെച്ചു. അതിൽ പലതും ദാനിയേലിന്റെ മാതാപിതാക്കൾ കഴിക്കരുതെന്ന് പറഞ്ഞ ഭക്ഷണമാണ് നൽകിയിരുന്നത്. മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ അത് തന്റെ വിശ്വാസപ്രകാരം കഴിച്ചുകൂടാത്തതാണെന്നും ദൈവകോപത്തിന് കാരണമാകുമെന്നും ദാനിയേലിന് അറിയാമായിരുന്നു. എന്നാൽ ദാനിയേലിന്റെ മാതാപിതാക്കളോ നാട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെ അവിടെ ഇല്ല. ദാനിയേലിനെ അറിയാവുന്ന ഒരാൾ പോലുമില്ല. എന്നാൽ എന്നെ കാണുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്ന ഉറപ്പുള്ളപ്പോഴും ദാനിയേൽ അത് വേണ്ട എന്ന് വെച്ചു. എപ്പോഴാണ് നമ്മുടെ ഇടയിൽ ദുശീലങ്ങൾ ആരംഭിക്കുന്നത്? കുഞ്ഞിലെ മാതാപിതാക്കൾ അരുത് എന്ന് പഠിപ്പിക്കുന്ന കുറെ ശീലങ്ങളുണ്ട്. നമ്മുടെ നാട്ടുകാരും ഗുരുക്കന്മാരും ഇത്തരത്തിലുള്ള ലഹരി, മദ്യം തുടങ്ങിയവയിൽ ചെന്ന് ചാടരുതേ എന്ന് ഉപദേശിക്കാറുണ്ട്. എന്നാൽ ഇവരുടെ സാന്നിധ്യം ഇല്ലാത്തടുത്ത്, നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളടുത്ത് ഇത്തരം ലഹരികളിൽ അടിമകളായി വീഴുന്നവരാണ് മാതാപിതാക്കളെ പോലും കൊല്ലുവാൻ മടിക്കാത്തവരായി മാറുന്നവർ. പ്രിയമുള്ളവരെ, ദാനിയേൽ നമുക്കൊരു മാതൃകയായിരിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ കാണുന്നില്ലെങ്കിലും, നമ്മുടെ ബന്ധുക്കൾ നമ്മെ കാണുന്നില്ലെങ്കിലും, ചാർച്ചക്കാർ, നാട്ടുകാർ, അധ്യാപകർ ആരും തന്നെ നമ്മെ കാണുന്നില്ലെങ്കിലും, നമുക്കറിയാവുന്ന ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ലെങ്കിലും, അരുത് എന്ന തീരുമാനത്തോടെ അതിനെ മാറ്റി നിർത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ആരും നമ്മെ കാണുന്നില്ലെങ്കിലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. നാം എന്തു ചെയ്താലും ദൈവം അറിയുന്നുണ്ട്. ആ ദൈവത്തെ മറിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ മദ്യവും മയക്കുമരുന്നും വരുത്തി വയ്ക്കുന്ന വലിയ അപകടത്തിന്റെ മധ്യേ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? എന്റെ ശരീരത്തെ അശുദ്ധമാക്കുന്ന, എന്റെ ശരീരത്തെ രോഗാതുരമാക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് എന്റെ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കുന്ന ഈ ലഹരികൾ ഞാൻ ഉപയോഗിക്കില്ല എന്ന ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുമോ? ലഹരി ഉപയോഗിക്കുവാൻ എത്ര അനുകൂലമായ ഒരു സാഹചര്യം നമുക്കുണ്ടായാലും ഞാനത് ഉപയോഗിക്കില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു അനുഗ്രഹമേറിയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. അതിനായി ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ.